ഇത് നമ്മുടെ ഒരു എന്താ പറയണേ, ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും ഇതില്ല. കാരണം നമ്മളൊരു മോളെ പോലെ വളർത്തുന്ന ഒരു ഡോഗാണ്. ആൾ കണ്ട് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ലാളിച്ച് വഷളാക്കി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരുപാട് കുസൃതിയൊക്കെ ഉണ്ട്. നമ്മൾ 2 ദിവസം കണ്ടില്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ചീത്താക്കാൻ പറ്റുമോ അതൊക്കെ ചീത്താക്കി വെക്കും, കടിച്ച് പൊട്ടിച്ച് വെക്കും. പൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കടിച്ച് പൊട്ടിച്ച് വെക്കും. ചെരുപ്പൊന്നും ബാക്കി വെച്ചേക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലാളിച്ച് വളർത്തിയതാണ്. ബെബോ എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ 2.5 വയസ്സായി. പിന്നെ ഈ ഡാഷ് ഹണ്ടിൻ്റെ പൊതുവേ ഡാഷ് ഹണ്ട് ഈ ഒരു പട്ടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യം അണലി 2 പ്രാവശ്യം വീട്ടിൽ അണലി വന്ന് ശല്യം ഉണ്ടായിട്ട് ആ 2 പ്രാവശ്യം അണലിയുടെ ശല്യത്തിൽ നിന്നും രക്ഷിച്ചൊരു ഡോഗാണിത്. ഞാനെല്ലാം കാണിച്ചു തന്നു. പിന്നെ പൊതുവേ ഈ ഡാഷ് ഹണ്ട് ബ്രീഡുകൾ പൊതുവേ പാമ്പിനെ പിടിക്കാനൊക്കെ വളരെ ബെറ്ററാണ്. ചെറിയൊരു ഫാമിലിക്ക് എപ്പോഴും വളർത്താനും വാങ്ങി വളർത്താനായിട്ട് പറ്റിയ ഏത് ഭക്ഷണം കഴിക്കാനും മെയിൻ്റനൻസ് കുറവായിട്ടുള്ളൊരു ഡോഗാണ് ഡാഷ് ഹണ്ട്. നമ്മുടെ നാട്ടിൽ പോമറേനിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും വാങ്ങുന്നതും എല്ലാവരും അറിയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളാണ്. അത് ജാപ്പനീസ് സ്പിറ്റ്സ് ഉണ്ട്, ഫുൾ വൈറ്റ്. പിന്നെ അതുപോലെ തന്നെ 2 കളർ വരുമ്പോൾ അത് ജർമ്മൻ സ്പിറ്റ്സ് ആവും. അപ്പോൾ എല്ലാവരും വിചാരിക്കണം അതാണ് പോമറേനിയൻ. പക്ഷേ ഒറിജിനൽ പോമറേനിയൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇത്ര ചെറുതായിരിക്കും. ഈ ഓറഞ്ച് കളറായിരിക്കും മെയിനായിട്ട് വരുന്നത്. അവർക്ക് വേറെ ബൈക്ക് കളേഴ്സൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരുടെ മറ്റേ നമ്മുടെ നാടൻ പോമറേനിയന് നമ്മുടെ നാട്ടിൽ 2000-2500 രൂപ ആ വിലയിലൊക്കെ കിട്ടുന്ന ഇതാണ്, സ്പിറ്റ്സാണ്. ഇതിന് ശരിക്കും ഒറിജിനൽ പോമറേനിയന് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 20,000 എബവ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയിക്കാനില്ല. ഇത് കണ്ടില്ല, ഇതുപോലെ ഭയങ്കര ലവബിളാണ്. പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, ആരുമായിട്ടും പെട്ടെന്ന് ഇണങ്ങും. പിന്നെ ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവൻ ഒരു 2 ആഡ് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്വകാര്യതകൾ, സന്തോഷങ്ങൾ ഒക്കെ നിറയുന്ന ഞാൻ കൊതിക്കുന്ന സ്വസ്ഥമായൊരിടം. നമ്മുടെ അടുത്ത് ചെറിയ ടോയ് ബ്രീഡ്സ് ഉണ്ട്. ഷിവാവ, മിൻപിൻ അങ്ങനെയുള്ള ചെറിയ ബ്രീഡ്സ് ഉണ്ട്. അതിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കിലോ വെയിറ്റേ വരത്തുള്ളൂ. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഡോഗാണ് ഷിവാവ, പോക്കറ്റ് ഡോഗായിട്ട്. ഇവിടെ അത്രയും ഇന്ത്യയിൽ ഇപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടില്ലെങ്കിലും നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതിന് കുറച്ചും കൂടി വലുതായിട്ടുള്ള മിൻപിൻ എന്ന് പറഞ്ഞിട്ട് മിനിയേച്ചർ പിഞ്ചർ എന്ന് പറഞ്ഞൊരു ബ്രീഡുണ്ട്. അതും ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. 1.5 കിലോ വെയിറ്റ് ഉള്ളൂ. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് 2 വീലറിന് പോകാനും നമുക്ക് വളരെ ഒരു ഡോഗ് ഫുഡാണെങ്കിലും ഒരു 25 ഗ്രാം 30 ഗ്രാം ഡോഗ് ഫുഡ് ഉണ്ടെങ്കിൽ ഒരു ദിവസം അതിന് ഭക്ഷണം കൊടുക്കാൻ അതൊക്കെ മതി. പിന്നെ അതുപോലെ തന്നെ വലിയ നായ്ക്കളാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി നായ്ക്കളുണ്ട്. റോഡ് വീലറുണ്ട്. ഗാർഡ് ഡോഗായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഡോബർമാൻ, റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്. ഇത് പണ്ട് തുടങ്ങി നമ്മുടെ നാട്ടിൽ ഉള്ള ബ്രീഡ്സാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രെൻഡ് നമ്മുടെ ഈ വാഹനങ്ങളൊക്കെ നമ്മൾ മാറ്റുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ട്രെൻഡ് പട്ടികളിലും കസ്റ്റമേഴ്സിന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു പട്ടികളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള ഡോഗ്സിനാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് താല്പര്യം. ഇപ്പോൾ ഫ്രഞ്ച് മാസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു ഡോഗുണ്ട്. അതുപോലെ തന്നെ നിയോപോൾട്ടൻ മസ്റ്റിഫ്, ഇതുപോലത്തെ ഡോഗ്സിനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറച്ചും കൂടി. അതിനൊക്കെ നമ്മൾ സിനിമകൾക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. മിമിക്രി കലയേ അല്ല എന്നൊക്കെ ചില ആരോപണങ്ങൾ പല വലിയ കലാകാരന്മാർ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ആരോപണത്തിനെതിരെയുള്ള ഒരു മറുപടി ഇവിടെ എൻ്റെ ഒപ്പമുണ്ട്. പക്ഷികൾക്കിടയിലെ ഏറ്റവും കലാകാരനായ പക്ഷി, തത്തയുടെ വംശത്തിൽപ്പെടുന്ന ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇത് തത്ത ആയിട്ട് വരും അല്ലേ? അതെ അതെ, ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, അത് ആഫ്രിക്കൻ ചാരത്തത്ത എന്നല്ല. മിമിക്രിക്കാരനാണ്. ഇപ്പൊ ഇതൊരു 4 months ആയിട്ടുള്ളൂ, കുഞ്ഞാണ്. ഇതിനൊരു 1 വയസ്സാകുമ്പോഴേക്കും നല്ല രീതിയിൽ വർധനം. ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ബേർഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. നമ്മൾ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വർത്തമാനം പറയണ മാത്രമല്ല, മറ്റുള്ളവരെ അനുകരിക്കാനും സൗണ്ട് അനുകരിക്കാൻ പറ്റും. പിന്നെ കാർ റിവേഴ്സ് എടുക്കുന്ന STD ISD സെപ്പറേറ്റ് ആയിട്ട് റിംഗിങ്, ഫോൺ ബെല്ലിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല സൗണ്ടുകൾ, പിന്നെ ഡാൻസ്, പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഡാൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട്. അതെ അതെ അതെ, ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ബേർഡാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ട്രെൻഡ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. വായിലൊക്കെ കൊടുത്താണ് ഭക്ഷണം, ഹാൻഡ് ഫീഡ്. അതിന് കുഞ്ഞാണെന്നുള്ളതിൻ്റെ ഒരു ഇതാണത്. ഒരു 6 months വരെ ഇങ്ങനെ നമ്മൾ ഒരു 3-4 months വരെയൊക്കെ നമ്മളിങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യും. പിന്നെ അതിന് ശേഷം സെൽഫായിട്ട് ഫീഡ് ചെയ്തോളും.
ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. എന്താണ് കൊടുക്കുന്നതിന് ഭക്ഷണം? ഇത് നമ്മൾ നട്ട്സ് ഒക്കെ കൊടുക്കും, പിന്നെ ബദാം കൊടുക്കും, കാഷ്നട്ട് കൊടുക്കും, പിന്നെ നമ്മൾ ഈ സൺഫ്ലവർ സീഡ് കൊടുക്കും, പിന്നെ കുട്ടി പ്രായത്തിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും, പപ്പായ കൊടുക്കും. എല്ലാ ഫ്രൂട്ട്സും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ബേർഡ്സിന് മെയിനായിട്ട് ഈ സൺഫ്ലവർ സീഡ് മാത്രം കൊടുത്തിട്ടിരിക്കും. അപ്പോൾ ഇവരുടെ ബോഡിയിലുള്ള ഒരു കളറും പിന്നെ അതിൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആയി പോകും. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും പിന്നെ ഇതിനെ ഈ കയ്യിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ ടൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പേര് വിളിച്ച തോളത്ത് പറന്നു വന്നിരിക്കും. അങ്ങനെ ഒരുപാടുള്ള ഒരു ബേർഡാണ്. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു കുട്ടികളെ പോലെ തന്നെ. അതെ അതെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഗ്രേ പാറ്റേൺ. ഈ ഒരു ബേർഡ്സിന് പൊതുവെ ഇങ്ങനെയുള്ള ഗ്രേ പാറ്റേൺ കുട്ടികൾക്കൊക്കെ പെറ്റായിട്ട് കൊടുക്കാൻ പറ്റും. സംസാരിക്കുമ്പോ അവരുടെ കൂടെ സംസാരിക്കാൻ പഠിക്കും, അതെ അതെ അവരുടെ കൂടെ ഡാൻസ് ചെയ്യും. എന്ത് വില ഉണ്ടാവും ഇതിനിപ്പോ അഡൽട്ട് പെയർ, വൈൽഡ് പെയറുകൾ, അതായത് നമ്മൾ കൈയിട്ട കൊത്തും, പിന്നെ അതിനെ വെറുതെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഇതിൽ ഒച്ചെടുക്കുന്ന ബേർഡ്സ് ഉണ്ട്. അതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയറിന് 40,000 രൂപയൊക്കെ വിലയുള്ളൂ. പക്ഷെ ഇതിനിങ്ങനെ ഹാൻഡ് ടൈംഡ് ആക്കി നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ചെറുപ്പത്തിൽ വളർത്തുമ്പോൾ നമുക്ക് ഈ പ്രായത്തിലൊക്കെ ഒരു 45,000-40,000 രൂപയൊക്കെ 40,000 റുപ്പീസ് വരും. പിന്നെ നമ്മളിതിനെ ഇണക്കി വളർത്തി ഇതിൻ്റെ ഒരു ഐറ്റംസ്, അതായത് ഒരേ സംസാര രീതിയും ഒരേ സല്യൂട്ട്, ഷെയ്ക്കാൻ, ഡാൻസ്, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതിന് നമ്മൾ പറയണ വില മോഹവിലയാണ്.